എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ ഇതിനു മുമ്പുള്ള വിശേഷം ഇന്നലെ ഞാൻ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സുധിയുടെ വിവാഹം നടക്കുന്ന മണ്ഡപത്തിലേക്ക് രേവതിയുടെ കൈയും പിടിച്ച് സച്ചി അങ്ങോട്ട് കയറി ചെല്ലുവാണ്. കയറി ചെന്നിട്ട് പറഞ്ഞു, അതെ വിവാഹം നടക്കാൻ വരട്ടെ എന്ന് പറയണം. ഇത് കേട്ടപ്പോ സുധി പെട്ടെന്ന് ചോദിച്ചു, നീ എന്താടാ പറയണേന്ന് ചോദിക്കാം. അതെ ഇച്ചിരി സമയം കഴിഞ്ഞിട്ട് വിവാഹം നടത്തിയാൽ ഒരു കുഴപ്പമോ സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. പെട്ടെന്ന് ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, നീ എന്താടാ പറയണേന്ന് ചോദിക്കാണ്. എന്താ പറയണമെന്നോ, നിങ്ങൾ എന്താ രേവതിയോട് പറഞ്ഞേ? രേവതി ഇവിടെ നിന്നിട്ടാണ് ദുശകനം വന്ന്, അവളുടെ കണ്ണു പെട്ടിട്ടുണ്ടെങ്കിൽ ദോഷം വന്ന്, അന്നെങ്കിലേ അവളുടെ കണ്ണു പെട്ടിട്ട് ദോഷമാണല്ലേ എന്ന് അറിഞ്ഞിട്ട് ഈ വിവാഹം അങ്ങ് നടത്തിയാൽ മതി എന്ന് പറയാം. ഈ സമയം രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, മോനെ നീ എന്തൊക്കെയാ പറയണേ? അച്ഛാ ഇവർ പറഞ്ഞ എന്തൊക്കെയാന്ന് അച്ഛൻ അറിയാവോ? പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. രേവതിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം കേട്ടിട്ട് രവീന്ദ്രന് ഭയങ്കര ദേഷ്യവും സങ്കടമായി. സച്ചി പറഞ്ഞു, ഇവര് മാപ്പ് പറഞ്ഞിട്ട് ഈ വിവാഹം നടന്നാൽ മതി എന്ന് പറയണം. സുധിയോട് പറഞ്ഞു, നിന്റെ വിവാഹം നടക്കണമെങ്കിൽ നീ അമ്മയോട് പറ, രേവതിയോട് മാപ്പ് പറയാനായിട്ട്, എങ്കിൽ മാത്രമേ ഈ വിവാഹം നടക്കുള്ളൂ എന്ന് പറയാം. സുധി പറഞ്ഞു, നീ എന്തൊക്കെയാ സച്ചി പറയണെന്ന് ചോദിക്കുക. മുഹൂർത്തം അടുക്കാറായി, മുഹൂർത്തം അടുത്താല് കഴിഞ്ഞാലും ഇവര് മാപ്പ് പറഞ്ഞ് ഈ വിവാഹം നടക്കില്ലെന്ന് പറയാം. സുധി പറഞ്ഞു, പിന്നെ ഇനിയിപ്പം നിന്റെ പെർമിഷൻ വേണ്ട വിവാഹം നടക്കാനായിട്ട്. എന്റെ അടുത്ത് സുധിയുണ്ട്, ഞാൻ അവളുടെ കഴുത്തി മുഹൂർത്തത്തിൽ തന്നെ താലി ആർത്തുന്ന് പറയാം. ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ സച്ചി ആ താലി ഇങ്ങ് എടുക്കുവാണ്. താലി എടുത്തപ്പോഴത്തേനും പെട്ടെന്ന് ചന്ദ്രമതി എല്ലാവരും ഞെട്ടിപ്പോയി. ചന്ദ്രമതി പറഞ്ഞു, സച്ചി നീ എന്ത് പരിപാടി കാണിക്കണേന്ന് ചോദിക്കുകയാണ്. എന്താ കാണിക്കും? ഇപ്പം മനസ്സിലായില്ലേ? ഇവന് ഈ താലി ഉണ്ടെങ്കിലല്ലേ ശ്രുതിയുടെ കഴുത്തിൽ കെട്ടുള്ളൂ. താലി ഇല്ലെങ്കിൽ ഇവൻ എങ്ങനെ കിട്ടും? താലി കെട്ടണമെങ്കിൽ മര്യാദയ്ക്ക് മാപ്പ് പറയാൻ പറ, എങ്കിൽ മാത്രമേ താലി കെട്ടി ചടങ്ങ് നടക്കുള്ളൂ എന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു, സച്ചി നീ കളിക്കാതെ ആ താലി ഇങ്ങോട്ട് തരാൻ പറയാണ്. അവസാനം താലി അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് സുധിയോട് പറഞ്ഞു, ഒരു കാര്യം നിന്നോടെയും പറഞ്ഞേക്കാം, അമ്മ മാപ്പ് പറയാതെ ഒരു കാരണവശാലും വിവാഹം നടക്കില്ല എന്ന് പറയണം. രേവതി വെച്ച്, നിങ്ങൾ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുകയാണ്. പിന്നെ ഇങ്ങനെ പറയാതെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. പോട്ടെ അതൊന്നും സാരാക്കേണ്ട ആവശ്യമില്ലെന്ന് പറയണം. സാരമാക്കണ്ടേ? നല്ല കഥയെ, ഇവനെ പോലെ ഒരു ഫ്രോഡ് അവന്റെ കല്യാണത്തിന് നീ ഇങ്ങനെ കടന്ന് വിഷമിക്കുന്ന കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. രേവതിയോട് ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അവൾ ഇളക്കിക്കൊണ്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ അവനെ? ഇല്ലാത്ത നുണയും കഥയെല്ലാം പറഞ്ഞുകൊണ്ട് അവന്റെ മനസ്സ് മാറ്റി ഈ കല്യാണം മുടക്കാനായിട്ട് അവൾ വിളിച്ചോണ്ട് വന്നിരിക്കുക ബാമയെന്ന് പറയണം. ബാമ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കും ചന്ദ്രേ, എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടക്കട്ടെ. നീയും കൂടെ ഇനി ഇപ്പം ഇവിടെ കിടന്ന് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം മുടങ്ങും, അറിയാലോ. ഒരു തവണ മുടങ്ങിയതാ, രണ്ടാം തവണ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്ന് പറയാം. പിന്നെ ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല. ഈ സമയം കലാവതി മുത്തശ്ശി അങ്ങ് വന്നിട്ട് പറഞ്ഞു, ചന്ദ്രേ നീ പറഞ്ഞൊക്കെ കുറച്ച് കൂടിപ്പോയി, നീ പറഞ്ഞ തെറ്റാന്ന് നിനക്ക് തന്നെ അറിയാം. ഒരു കാര്യം ചെയ്യാം, രേവതി സച്ചിയാണ് ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതെന്ന് പറയാം. ഈ സമയം സച്ചി പറഞ്ഞു, ഞാൻ ഒന്നിനും നിൽക്കുന്നില്ല അച്ഛമ്മ, ഞാൻ അങ്ങോട്ട് പോയേക്കുവാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് തിരിഞ്ഞെടുക്കുക. ഈ സമയം കലാവതി മുത്തശ്ശി വിളിച്ചു, അവിടെ നിൽക്കാൻ പറയാണ്. എന്താ മുത്തശ്ശി, കാര്യം എന്താന്ന് ചോദിക്കണം. അതെ നിന്റെ ചേട്ടന്റെ കല്യാണമാണ്, നീ വേണം എല്ലാത്തിനും മുൻപന്തി ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. നീ മാത്രമല്ല, നിന്നോടൊപ്പം നിന്റെ ഭാര്യയായ രേവതി ഉണ്ടായിരിക്കണം. നിങ്ങൾ തന്നെ മുൻപിൽ വേണം, അല്ലാതെ ചന്ദ്രമതി അല്ലെന്ന് പറയണം. ഇത് കേട്ടാൻ ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് മാറി വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് പറഞ്ഞു, ഇങ്ങോട്ട് വാ മോളെ എന്ന് പറഞ്ഞ് രേവതിയുടെ കൈ പിടിക്കുകയാണ്. ഇങ്ങോട്ട് കയറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് രേവതിന് മുൻപന്തിയിൽ തന്നെ കൊണ്ട് അങ്ങോട്ട് നിർത്തുവാണ്. നീ വേണം ഇവിടുത്തെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ, കാരണം താലി കിട്ടുന്ന സമയത്ത് ബാക്കി താലി പുറകെ പിരിച്ച് കെട്ടുന്നുണ്ടല്ലോ, അതൊക്കെ ചെയ്യണം. അപ്പം നാത്തുവിന്റെ സ്ഥാനത്ത് നിന്ന് ആ കാര്യങ്ങളൊക്കെ രേവതിയാണ് ചെയ്ത് കൊടുക്കണ്ടേ. നീ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറയാണ്. ചന്ദ്രമതിക്ക് വല്ലതും പറയാനുണ്ടോ? ഈ സമയം കലാവതി മുത്തശ്ശി പറഞ്ഞു, കെട്ടിമേളം തുടങ്ങട്ടെ എന്ന് പറയാണ്. അങ്ങനെ കെട്ടിമേളം തുടങ്ങി ശ്രുതിയുടെ കഴുത്തില് താലി ചാർത്തുവാണ്. താലി ചാർത്തി കഴിഞ്ഞിട്ട് രേവതി എന്ത് ചെയ്യുകയാണ്, താലിയൊക്കെ പുറകെ പിരിച്ച് കെട്ടുകയൊക്കെ ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബാബ പറഞ്ഞു, നീ ഒന്ന് ദേഷ്യപ്പെടാതിരിക്കുക, നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ കല്യാണം മിക്കവാറും കോളാവത്തുള്ളൂ. ആദ്യം നീ നിന്റെ വായ നടച്ചു വെക്കണം ചന്ദ്രൻ എന്ന് പറയണം. അല്ല അതിനിപ്പോ ഞാൻ എന്ത് തെറ്റ് ചെയ്തേ? അല്ല എന്തായാലും അവര് കാണിച്ചു നീ എന്തിനാ ഇതിങ്ങനെ ഓരോന്ന് മുടക്കങ്ങൾ പറയാൻ പോന്നേ? രേവതി നിന്റെ വീട്ടിലെ മരുമോള് തന്നെയല്ലേ, അവള് വേണ്ട ഈ കാര്യങ്ങളൊക്കെ മുന്നിട്ട് ഇറങ്ങി ചെയ്യാനായിട്ട്. പിന്നെ നീ എന്തിനാ അതിന്റെ ഇടയ്ക്ക് കയറുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഞാൻ പിന്നെ ആരാന്ന് ചോദിക്കുകയാണ്. ഇടി ചന്ദ്രേ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നിന്റെ അമ്മ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ വീട്ടിൽ നിന്ന് പോകുമല്ലോ, പിന്നെ നിന്റെ ലോകമാ, നീ പറയുന്നതായിരിക്കും അവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതി ഇങ്ങനെ പല്ലിറുമി നടക്കുകയാണ്. പിന്നീട് കെട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് പറയുകയാണ് തിരുമേനി. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ കലാവതി മുത്തശ്ശി രേവതിയോട് പറഞ്ഞു, മോളുടെ കാര്യം ചെയ്യുക, അവളുടെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ പറയണം. അങ്ങനെ അവരെ കൊണ്ട് രേവതിയാണ് എല്ലാത്തിനും മുന്നിട്ടിറങ്ങി അവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്.
ഇതെല്ലാം കണ്ടിട്ട് ചന്ദ്രമതിക്ക് വല്ലാത്ത ടെൻഷൻ. ഈ സമയത്താണെങ്കിലോ ശ്രുതിയുടെ മുഖം വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. ഇപ്പൊ കരയുന്ന മട്ടിലായിരിക്കുന്നത്. ഇടയ്ക്ക് മീര ഒന്ന് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ, നീ ഒന്ന് സന്തോഷമായിട്ടിരിക്കും. എന്നാലും എനിക്ക് ടെൻഷനാ. ആ നവീൻ എങ്ങാനും കയറി വന്നാലോ? അവൻ കയറി വരാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. എന്നാലും എനിക്ക് ടെൻഷനാടി. ഇപ്പോഴെങ്ങാനും വന്നാൽ അതോടുകൂടി തീർന്നു, എന്റെ ജീവിതം തീർന്നു പറയാ. കല്യാണം കഴിയുകയും ചെയ്തു. നാണം കിട്ടി ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ. നീ ഒന്ന് പേടിക്കാതിരിക്കുക. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു, ഇനി ഇവിടെ അധികം സമയം നിൽക്കണ്ട. ദേ വീട്ടിൽ കയറുന്ന സമയമായി. ഇനി അധികം തെറ്റിയിട്ടുണ്ടെങ്കിൽ മുഹൂർത്തം തെറ്റിപ്പോന്ന് പറയണേ വീട്ടിൽ കയറാനുള്ളേ. ശരി കലാതിമുത്തശ്ശി പറഞ്ഞു, എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോയേക്കാന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നവീന് കിടക്കുവാണ്. നവീനാണ് ബോധം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നവീൻ കിടക്കുന്നത്. ഓക്സിജൻ മാസ്ക് ഒക്കെ കിടക്കുന്ന വെച്ചിട്ടുണ്ട്. ഡോക്ടർ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഹം ആ സകലം മുറിവേറ്റ പാടുകളൊക്കെ ഉള്ളത്. അപ്പൊ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. പോലീസുകാർ വന്നിട്ട് ചോദിച്ചു, ഇയാൾ ആരാ എന്താന്നൊക്കെ അറിഞ്ഞോന്ന് ചോദിക്കും. ഇല്ല, ആരാന്നൊന്നും അറിയത്തില്ല, ഇയാളുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്ന് പറയാം. അല്ല വല്ല ഐഡന്റിറ്റി കാർഡോ അങ്ങനെ മറ്റോ എന്തെങ്കിലും കിട്ടിയെന്ന് ചോദിക്കാം. അങ്ങനെയൊന്നും കിട്ടിയില്ല സാറേ എന്ന് പറയാണ്. പിന്നെ ഇയാളുടെ ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഫോൺ മൊത്തം തകർന്ന നിലയിലാന്ന് പറയാം. പോലീസ് ഓഫീസർ മറ്റേ പോലീസുകാരനോട് പറഞ്ഞു, അതെ ആ ഫോൺ വാങ്ങിച്ചോ, അതിനകത്ത് സിം ഒരു വേറൊരു ഫോണിനകത്ത് ഇട്ട് നോക്കുവാണെങ്കിൽ അവസാനം വിളിച്ച കോളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, ഇയാളുടെ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, ഡോക്ടറോട് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളെ അന്വേഷിച്ച് ആരെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങളെ വിവരം അറിയിക്കണമെന്ന് പറയാം. ശരി സാറേ എന്ന് പറയാണ്. അങ്ങനെ പോലീസുകാർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ്. പിന്നീട് ശ്രുതി എല്ലാവരും വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു, നീ പോയി ആരതി എടുത്തോണ്ട് വരാൻ പറയാണ്. ആരതി ഒഴിഞ്ഞ് വിളക്ക് വെച്ച് വേണ്ടേ കയറ്റാനായിട്ട്. കലാപതി മുത്തശ്ശി പറഞ്ഞു, അല്ല നിനക്കെന്താ പണി, നീ ചെല്ല് ചന്ദ്രയെ, നീയും കൂടെ ചെന്ന് എടുക്കാൻ പറയാണ്. ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത്രയ്ക്കൊന്നും അത്. കാരണം ചന്ദ്രമതിക്കെല്ലാം ആജ്ഞാപിച്ചല്ലേ ശീലമുള്ളൂ. രേവതിയോടെല്ലാം കൽപ്പിക്കുന്നു, രേവതി എല്ലാം മുന്നിൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനും അത് എല്ലാം ചെയ്യുന്നു. അങ്ങനെയാണല്ലോ ശീലം. പിന്നീട് എന്ത് ചെയ്യുവാണ്, രേവതി അകത്തേക്ക് ആരതി എടുക്കാൻ പോവാണ്. ചന്ദ്രമതിയും കൂടെ പോയി. അങ്ങനെ ആരതി എടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ കലാപതി മുത്തശ്ശി പറഞ്ഞു, അതെ അവളെയും കൂടെ വിളിക്കുക, രേവതിയും കൂടെ വരട്ടെ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചാൽ മതി എന്ന് പറയാം. പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു, അതെന്തിനാ, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണം. ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രൻ, ഈ വീട്ടിലെ മൂത്ത മരുമോൾ അവൾക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട്. അതുകൊണ്ട് അവളും കൂടി ആരതി പിടിച്ച് ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റട്ടെ എന്ന് പറയണം. ചന്ദ്രമതിക്ക് പിന്നെ ഒന്നും മിണ്ടാനില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കുമ്പോൾ പിന്നീട് ചന്ദ്രമതി എന്ത് ചെയ്യാൻ നിലവിളക്കൊക്കെ ആയിട്ട് വരുവാണ്. നിലവിളക്ക് കൊടുത്ത് അതും കൈ കൊടുത്തിട്ട് പറഞ്ഞ് വലതുകാലം വെച്ച് കയറിക്കോളാൻ പറയാണ്. അങ്ങനെ വലതുകാലം വെച്ച് അകത്തേക്ക് കയറുവാണ്. അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു വെപ്രാളം ഒക്കെ ഉണ്ട്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞ് പൂജാമുറിയിൽ കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറയാണ്. അങ്ങനെ ശ്രുതിയും കൂടെ പൂജാമുറിയിലേക്ക് പോവാണ്. പൂജാമുറിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, എന്തൊരു പ്രകാശമാണെന്ന് നോക്കിയേ, മോള് വന്ന് വിളക്ക് കത്തിച്ചപ്പോൾ തന്നെ മുറിയിൽ ആ പടെ പ്രകാശമായെന്ന് പറയാം. ഇനി എന്നും ഈ പ്രകാശം നിൽക്കണമെന്ന് പറയാം. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അതെ ഇനി കൂടുതൽ പ്രകാശം വേണമെങ്കിലേ വീടിനൊന്ന് തീയിട്ടാ മതി, നല്ല പ്രകാശമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും ചന്ദ്രമതി നീ എന്തൊക്കെയാടെ പറയണേന്ന് ചോദിക്കുകയാണ്. ഞാൻ പറയും ശരിയല്ലേ, നല്ല പ്രകാശം വേണമെങ്കിൽ വീടിന് തീയിടുവാണ്, നല്ല പ്രകാശം കിട്ടില്ല എന്ന് ചോദിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുവോ എന്ന് ചോദിക്കുക. പിന്നീട് പ്രാർത്ഥിച്ചൊന്ന് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സുധീനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അതെ മോള് ഈ വീട്ടിലുള്ളതാ നല്ലത്, ഇനി വേണം ഈ വീട്ടിലെ ദോഷങ്ങളെല്ലാം മാറാനായിട്ട്. ഇത്രയും കാലം വീട്ടിൽ കുറെ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് നാളുകളായിട്ട്. മോള് വന്നതോടുകൂടി ആ ദോഷങ്ങളെല്ലാം മാറുമെന്ന് പറയാം. ഇത് കേട്ടാ സച്ചി പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, അമ്മ ഈ വീട് വിട്ട് പോകാൻ തുടങ്ങുവാണെന്ന് ചോദിക്കുക. എന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല ഈ വീട്ടിലെ ദോഷങ്ങളൊക്കെ മാറണമെങ്കിലേ അമ്മ ഈ വീട്ടിൽ നിന്ന് പോയാലെങ്കിലല്ലേ ദോഷങ്ങളൊക്കെ മാറുള്ളൂ എന്ന് ചോദിക്കുക. അമ്മയല്ലേ ഏറ്റവും വലിയ ദോഷം എന്ന് ചോദിക്കുക. ഇത് കേട്ടതും രവീന്ദ്രന് മനസ്സിലായി സച്ചി മനഃപൂർവ്വം കൊട്ടുകൊടുത്താ. കാരണം രേവതിക്കിട്ട് വെച്ച് സച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുവോ. പിന്നീട് രേവതിയോടായിട്ട് ചന്ദ്രമതി പറഞ്ഞു, നീ പോയി പാലും പഴം എടുത്തോണ്ട് വാ, മധുരം കൊടുക്കാൻ സമയമായെന്ന് പറയാണ്. രേവതി ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോവാ. സച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ത് കാര്യമുണ്ടല്ലോ രേവതിയോടാ കൽപ്പിക്കുന്നത്. ചന്ദ്രമതി അങ്ങനെ നിന്നങ്ങോട്ട് കൊടുക്കുവുള്ളൂ അങ്ങോട്ട്. അങ്ങനെ പാലും പഴം എടുക്കാനായിട്ട് രേവതി അകത്തേക്ക് പോയി. ഈ സമയം സുധിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മോളെ അറിയാലോ, മോൾ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷമാണ് ഈ വീട്ടിലെ എല്ലാ ഐശ്വര്യങ്ങളും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ദോഷങ്ങളെല്ലാം മാറണമെന്ന് പറയാം. ഇതൊക്കെ കലാവതി മുത്തശ്ശി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. കലാവതി മുത്തശ്ശി പറഞ്ഞു, അതെന്താടി ഇത്രയും കാലം ഇവിടെ വലിയ ദോഷം ഉണ്ടായിരുന്നു ചോദിക്കാം. അല്ല പിന്നെ അമ്മ നീ കൂടുതലൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, ഞങ്ങളും ചോറൊക്കെ തന്നെയാ കഴിക്കണേന്ന് പറയണം. ഈ സമയം സുധിക്ക് വല്ലാത്തൊരു വെപ്രാളവാ. മീര വന്ന് പറയുന്നുണ്ട്, നീ മുഖം ഒന്ന് സന്തോഷമായിട്ട് വെച്ചോണ്ടിരിക്കുക, നിന്റെ മുഖം കണ്ടുകൊണ്ട് ഏതാണ്ട് മരിച്ചു വീട്ടിൽ പോയിരിക്കുന്ന പോലെയാണല്ലോ. ഇനി ഇവർക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി ഓർത്ത എന്താ ശ്രുതിയുടെ മുഖത്തെ വിഷമം കണ്ടിട്ട് ഇനിയിപ്പം വീട്ടിൽ നിന്ന് ആരുമില്ല,
അത് മാത്രമല്ല പുതിയ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പൊ അതിൻ്റെതായ വിഷമങ്ങൾ എല്ലാ പെണ്ണുങ്ങൾക്കും കാണും പുതിയ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ. അതൊക്കെ കൊണ്ടായിരിക്കും ശ്രുതിയുടെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രുതി ഓർത്ത് എന്താ ഇനിയിപ്പൊ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തതിന്റെ വിഷമമായിരിക്കുമെന്ന്. പക്ഷെ അതൊന്നുമല്ല, നവീനെ കുറിച്ചുള്ള പ്രശ്നങ്ങളാന്ന് അവർക്കറിയത്തില്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് രേവതി പാലും പഴമൊക്കെ ആയിട്ട് വരുവാണ്. പാലെടുത്ത് ചന്ദ്രമതി ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കുടിച്ചിട്ട് നീ പകുതി അവൾക്ക് കൊടുക്കാൻ പറയാണ്. അങ്ങനെ ശ്രുതി എന്ത് ചെയ്യാ, പകുതി കുടിക്കാൻ തുടങ്ങി. കുടിച്ചങ്ങ് പകുതിയായി കഴിഞ്ഞിട്ട് അവൾക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സച്ചി പറഞ്ഞു, ഓ നീ പകുതി കൊടുത്തോ, നിനക്ക് ഇങ്ങനെ ഒരു പതിവില്ലാത്തതാണല്ലോ, സാധാരണഗതിയിൽ നിന്റെ കൈ കിട്ടുന്ന ഒരു സാധനം നീ ആർക്കും കൊടുക്കില്ലാത്താണല്ലോ എന്ന് പറയാണ്. ചന്ദ്രമതി സച്ചി നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് ചന്ദ്രമതി പഴമൊക്കെ എടുത്തു കൊടുത്തിട്ട് ശ്രുതിയോട് പറഞ്ഞു, നീ എടുത്ത് കൊടുക്കാൻ പറയണം. അങ്ങനെ മധുരം കൊടുക്കൽ ചടങ്ങെല്ലാം കഴിഞ്ഞു. ഈ സമയം സച്ചി പറഞ്ഞു, എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ, എനിക്കിനി പോവാലോ എന്ന് പറയണേ. രവീന്ദ്രൻ പറഞ്ഞു, ശരി പൊക്കോളാൻ പറയാണ്. കലാവതി മുത്തശ്ശി ചോദിച്ചു, എടാ മോനെ നിനക്ക് പോണോന്ന് ചോദിക്കുകയാണ്. അല്ല പോവാതിരുന്ന എങ്ങനെ ശരിയാവും അച്ഛമ്മേ, ഇവന്റെ കല്യാണം കഴിഞ്ഞു, ഇവൻ ഇവിടെ ജയിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഓട്ടം പോയാലും വീട്ടിൽ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഡ്യൂ ഉണ്ട് കുറെ കെട്ടാനായിട്ട്, അതെല്ലാം കെട്ടുകയും ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഓട്ടം പോണെന്ന് പറയണം. ആ സമയം ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, ഞാനും അങ്ങോട്ട് പോട്ടെ അച്ഛമ്മേ, പോവായിരുന്നിട്ട് ശരിയാത്തില്ല, നല്ല തിരക്കുള്ള സമയം റെസ്റ്റോറൻറ്റിലേക്ക് എന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി കഴിയുമ്പത്തേനുമാണ് പുറത്തൊരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത്. പോലീസ് ജീപ്പിൽ 2 പോലീസുകാർ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സച്ചിയോട് ചോദിച്ചു, അല്ല ഇത് സച്ചിയുടെ വീടാണെന്ന് ചോദിക്കണം. അതെ സച്ചിയുടെ വീടാ സാറേ. അല്ല നീ ആരാ? ഞാൻ സച്ചിയാന്ന് പറയണം. പിന്നീട് സച്ചി അവരെയും കൂട്ടി അകത്തേക്ക് കയറി വരുക. ഈ സമയം എല്ലാവരും ഓർത്തത് എന്താ പോലീസുകാർ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ ഇങ്ങോട്ട് വരുന്നേ, എന്തോ കാര്യമുണ്ടല്ലോ. സമയം ചന്ദ്രമതി പറഞ്ഞു, അവൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചു കാണും, അതുകൊണ്ടായിരിക്കും, ഇവന്റെ സ്വഭാവമല്ലേ, ഇവൻ എവിടെ പോയാലും അടിയല്ലേ ഉണ്ടാക്കാറുള്ളൂ, നല്ല കാര്യം ഒന്നും ചെയ്യാറില്ലല്ലോ. ഇന്നിനിയിപ്പോ എവിടെ പോയി അടി ഉണ്ടാക്കിയിട്ടാണോ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈ സമയം രവീന്ദ്രൻ, നീ ഒന്നും മിണ്ടാതിരിക്കാൻ ചന്ദ്രയെന്ന് പറയാണ്. ഓ നിങ്ങളുടെ മകന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പൊള്ളിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം പോലീസുകാർ സച്ചിയോട് ചോദിച്ചു, അല്ല നിങ്ങൾ കാർ ഡ്രൈവർ അല്ലേന്ന് ചോദിക്കണം. അത് സാറേ ഞാൻ ടാക്സി ഡ്രൈവറാന്ന് പറയണം. നിങ്ങളുടെ കാർ രാവിലെ ആയാലും ഓട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കും. അത് സാറേ ഓട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. പിന്നീട് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുക, ഇയാളെ അറിയാവുന്ന ചോദിക്കുവാണ്. അപ്പൊ സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നവീനാണത്. അപ്പൊ ശ്രുതി ആ പടം കണ്ടു, ശ്രുതി അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രുതിയും കണ്ടു, ആ ഫോട്ടോ കണ്ടു, നവീന്റെ പടം കണ്ടു. ഒരു നിമിഷം ശ്രുതിയിലൊരു ഞെട്ടലുണ്ടായി. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അറിയാ സാറേ, ഇയാൾ രാവിലെ എൻ്റെ കാർ ഓട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാ. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. അല്ല ഇയാൾ ഓട്ടം വിളിച്ചു കഴിഞ്ഞിട്ട് വണ്ടിയിൽ കിടന്ന് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ഏതോ പെൺകുട്ടീനെ ഫോൺ വിളിച്ച് സംസാരിച്ചാ അവളുടെ കല്യാണം മുടക്കുന്ന കാര്യമോ അങ്ങനെ വളരെ മോശമായിട്ടൊരു രീതിയിലാണ് സംസാരിച്ചേ. ഞാൻ അയാളെ എന്ത് ചെയ്തു, വഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു, നാളെണ്ണം പൊട്ടിക്കുകയും ചെയ്യുമെന്ന് പറയാണ്. ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു, അല്ല മോനെ രാവിലത്തെ കേസാണ് നീ പറയണേ, നീ എന്നോട് പറഞ്ഞ കാര്യം അതന്നെ അച്ഛാ, അവനായിരുന്നു പറയാണ്. അല്ല എന്ത് പറ്റി സാറേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഓഫീസർ പറഞ്ഞു, ഇവനാണെങ്കിൽ ആകെപ്പാടെ അടിപിടിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നേ. അടി കൊണ്ടോ? അല്ല അടിപിടിയായിട്ടല്ല, ദേഹം ആസകലം മുറിവുകളായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആന്ന് പറയാണ്. അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ? ഞാൻ അവനെ അതിന് മാത്രമൊന്നും അടിച്ചിട്ടില്ലെന്ന് പറയാണ്. നിങ്ങൾ അടിച്ചതല്ല, പക്ഷേങ്കില് നിങ്ങളെന്ന് ഇയാൾ ഓടിക്കഴിഞ്ഞപ്പോഴത്തേനും എതിരെ ഒരു വണ്ടി വന്നായിരുന്നു, ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ ആക്സിഡന്റ് ആയതാന്ന് പറയണം. ഓ നല്ല കാര്യം, ഇവനിട്ട് അങ്ങനെയൊക്കെ ഒരു പണി കിട്ടിയല്ലോ. ഇവൻ അത്രമാത്രം മോശമായിട്ടുള്ള രീതിയിലാണ് സാറെ പെരുമാറിയെന്ന് പറയാം, ഇവനിട്ടുള്ള ദൈവം കൊടുത്താന്ന് പറയാം. ഈ സമയം ശ്രുതിയും മീരയും പരസ്പരം നോക്കുകയാണ്. ശ്രുതിക്ക് അപ്പോഴാ ശരിക്കും ശ്വാസം, ഓഹോ അവൻ ആക്സിഡന്റ് ആയതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരാതിരുന്നേ, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്നേനെ, ഒരു പക്ഷെ നല്ല കഥയായിപ്പോയി. ഈ സമയത്ത് പോലീസുകാരൻ്റെ സച്ചി ചോദിച്ചു, അല്ല സാറേ അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ, എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാണെന്ന് നിൽക്കും. താങ്കളെ അറസ്റ്റ് ചെയ്യാൻ വന്നൊന്നുമല്ല, കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാനുണ്ടായിരുന്നു, അയാൾ ആരാ എന്താന്നൊക്കെ അറിയാവോ, അത് ഒക്കെ അറിയാൻ വേണ്ടി ഞാൻ വന്നാന്ന് പറയാണ്. പിന്നെ ഇനി ഇടയ്ക്ക് വിളിപ്പിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അയാൾ വല്ല കംപ്ലൈൻറ്റും കൊടുക്കുവാണെങ്കിൽ വരണമെന്ന് പറയാണ്. ശരി സാറേ വന്നേക്കാന്ന് പറയാണ്. ഈ സമയത്താണ് മറ്റു പോലീസുകാരൻ വന്നിട്ട്, സാറേ അയാളുടെ ഫോണിലേക്ക് സിം എടുത്ത് വേറെ ഫോണിനകത്ത് ഇട്ട് നോക്കിയായിരുന്നു, അപ്പൊ അവസാനം വിളിച്ച നമ്പർ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. ആണോ, എന്നാൽ ശരി അയാൾ ആ നമ്പറിലേക്ക് അങ്ങോട്ട് വിളിക്കാൻ പറയുന്നു പോലീസുകാരനോട്. അങ്ങനെ ആ പോലീസുകാരൻ അങ്ങോട്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് അകത്തിരുന്ന ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടി, ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ആ പോലീസുകാരൻ വിളിക്കുമ്പോൾ ശ്രുതിയുടെ ഫോണാ ബെല്ലടിച്ചോണ്ടിരിക്കുന്നത്. അവസാനം വിളിച്ച കോള് ശ്രുതിയുടെ നമ്പറിലേക്കായിരുന്നല്ലോ. ഈ സമയം പോലീസുകാരൻ തിരികെ കയറി വന്നു. അല്ല ഇവിടുത്തെ ഫോണാണല്ലോ അടിക്കണേന്ന് പറയാണ്. ശ്രുതി ഓടിപ്പോയി ഫോൺ എടുക്കുവാണ്. നോക്കിയപ്പം നബീന്റെ ഫോണിൽ നിന്നുള്ള കോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ആ സിമ്മാണല്ലോ ഇട്ടിരിക്കുന്നത്. ഈ സമയം എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവസ്ഥയില്. പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ നിന്റെ ഫോണാണല്ലോ അടിക്കണേ, നിനക്ക് അയാളെ അറിയാവോന്ന് ചോദിക്കുകയാണ്. ഈ പോലീസുകാരൻ ഈ സമയത്ത് അങ്ങോട്ട് വന്നിട്ട് ആ ഫോട്ടോ കാണിച്ചിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ്, ഇയാളെ അറിയാവുന്ന ചോദിക്കുക. ഇത് കേട്ടതും എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശ്രുതി ഞെട്ടിത്തെരിച്ചിരിക്കുക. ശ്രുതിക്ക് മനസ്സിലായി താൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞെന്നുള്ളത്.
എന്താ ചെയ്യണ്ടേ, ഇറങ്ങി ഓടണോ നിൽക്കണോ എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണം. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.